രാഹുൽ കെ വി വിവരങ്ങളുമായിട്ട്. രാഹുൽ, എങ്ങനെയുണ്ട് ഷാഫി പറമ്പിലിന്? എന്താണ്, ആരെങ്കിലും നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ദിവിഷ, കോൺഗ്രസിൻ്റെ UDF-ൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ ഷാഫിയെ പ്രവേശിപ്പിച്ചിട്ടുള്ള കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ AP അനിൽകുമാറുണ്ട്, KPCC വർക്കിംഗ് പ്രസിഡന്റ്, അതുപോലെ പ്രധാനപ്പെട്ട DCC, KPCC മറ്റു നേതാക്കന്മാരൊക്കെ തന്നെയുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൻ്റെ എല്ലിന് പൊട്ടലുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതായത് ശസ്ത്രക്രിയ വേണം, അതിനുശേഷം കുറഞ്ഞത് 5 ദിവസമെങ്കിലും വിശ്രമവും അദ്ദേഹത്തിന് വേണ്ടിവരുമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസ് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ ബോധപൂർവം പോലീസ് ലാത്തി ഉപയോഗിച്ച് മൂക്കിന് 2 തവണ ഇടിച്ചു എന്നതാണ്. ഒപ്പം തന്നെ 25-ലധികം UDF പ്രവർത്തകർക്കും സാരമായി പരിക്കുണ്ട്. അതിലൊരു പ്രവർത്തകൻ്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട്ടെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമ്മോടൊപ്പം നേതാക്കന്മാർ ചേരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാരെയൊക്കെ കണ്ടല്ലോ, ഷാഫി എന്താ പറയുന്ന ഡോക്ടേഴ്സൊക്കെ? ഒരു പാർലമെൻറ്റ് അംഗം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പാർലമെൻറ്റ് അംഗം, അദ്ദേഹത്തിന് ഇവിടുത്തെ എല്ലാ പോലീസുകാർക്കും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ആരാണ് എന്താണെന്നൊക്കെ. അതറിഞ്ഞിട്ട് പോലും ഇതുപോലെ ഒരു സമരത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു MP-യെ ഇതുപോലെ തല്ലിച്ചതയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആസൂത്രിതമാണ്. അദ്ദേഹത്തിൻ്റെ മൂക്കിന് കേറ്റാടി രക്തം ഒരുമിച്ച് ഒലിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എക്സ്റേയും സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ 2 പൊട്ടാണ് മൂക്ക് സംഭവിച്ചത്. മാത്രമല്ല 2 പൊട്ടലാണ് ഉള്ളത്. ഇപ്പോൾ സർജറിക്ക് കയറ്റിയിരിക്കുകയാണ്. മാത്രമല്ല തലക്കേറ്റ അടി അതിലേറെതാണ്, തലയ്ക്ക് മുഴച്ചു നിൽക്കുകയാണ്, തലയ്ക്ക് ലാത്തിയടിയിട്ട്. ഇത് അറിഞ്ഞിട്ടും, ഷാഫി പറമ്പിലാണെന്ന് അറിഞ്ഞിട്ടും ബോധപൂർവം നടത്തിയ ആസൂത്രമായൊരു അടി തന്നെയാണ്. യാതൊരു സംശയവുമില്ല, പോലീസ് ബോധപൂർവം ചെയ്ത ഒരു കാര്യമാണ്. പ്രതിഷേധവും പ്രക്ഷോഭവും സമരമൊക്കെ സാധാരണയാണ്. പക്ഷേ ഒരു പാർലമെൻറ്റ് അംഗത്തെ, അതും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വളരെ പോപ്പുലറായിട്ടുള്ള പാർലമെൻറ്റ് അംഗത്തെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുക എന്ന് പറയുമ്പോൾ അത് ആസൂത്രിതമായി ചെയ്തു. പോലീസുകാർക്കും പരിക്കുണ്ട്, വടകര DYSP അടക്കം പരിക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്, പോലീസ് പറയുന്നത്. ഇവിടെ ഞങ്ങളുടെ 25ഓളം കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തകർ ഇന്നും മെഡിക്കൽ കോളേജിലും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പോലീസ് മിംസ് ഹോസ്പിറ്റലൊക്കെ പോലീസുമായിട്ട് ഇത്രയും വലിയ ഫോഴ്സ്, വളരെ ആസൂത്രിതമായ ഫോഴ്സും ഇത്രയും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർക്കല്ലാതെ എക്കാലത്ത് ഇത്തരം കഥകൾ വരാറുണ്ട്. ഇത്രയും ക്രൂരമായ തല്ലിച്ചതയ്ക്കുന്ന വിധേയമാകുമ്പോൾ പോലീസിനെ പരിക്കേറ്റു എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. ഇത് പോലീസ് വളരെ ആസൂത്രിതമായി ചെയ്തൊരു കാര്യമാണ്. DCC പ്രസിഡന്റ് കൂടിയാണ്. നാളെ ഇപ്പോൾ ജില്ലയിലെ പ്രതിഷേധം എങ്ങനെയാണ്? ഇപ്പോൾ എല്ലായിടത്തും പ്രതിഷേധ പ്രകടനം നടന്നു കഴിഞ്ഞില്ല. നാളെ രാവിലെ 9:30 മണിക്ക് UDF-ൻ്റെ പ്രതിഷേധ സംഗമം IGP ഓഫീസിന് മുമ്പിലുണ്ട്. മറ്റൊരു പരിപാടി, നാളത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ക്യാമ്പ് പ്രതിഷേധ ചക്രത്തിൽ മാറ്റിവെച്ചു. നാളെ 3 മണിക്ക് പേരാമ്പ്രയിൽ AICC വേണുഗോപാൽ പങ്കെടുക്കേണ്ട ക്യാമ്പ് ഞങ്ങൾ മാറ്റിവെച്ചു. അത് മാറ്റി പേരാമ്പ്രയിൽ നാളെ 3 മണിക്ക് UDF-ന് നേതൃത്വത്തിലുള്ള മഹാപ്രതിഷേധ സംഗമം അനൗൺസ് വേണ്ടി പോവുകയാണ് ഇപ്പോൾ. ശരി, അപ്പോൾ നാളെയും പ്രതിഷേധ പരിപാടികൾ ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.